മെറ്റോഡിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ചിന്ത, ഒരു പുതിയ ആത്മാവിനെ കുറിച്ചാണെന്ന് ചിന്തിക്കുന്നത്. ചില ആളുകൾക്കറിയാം, എന്നല്ല ചില ആളുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ, തടസ്സത്തിൻ്റെ ആത്മാവ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബൈബിളിലെ തടസ്സത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ദൈവമേ, ഈ തടസ്സം, ഡിസ്ട്രാക്ഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ്റെ മീനിങ് വ്യതിചലനം എന്നുള്ളതാണ്. ശ്രദ്ധ പതറിപ്പോകൽ എന്നുവെച്ചാൽ ഡിസ്ട്രാക്ഷൻ, ശ്രദ്ധ പതറിപ്പോകൽ, ഇമോഷണൽ റെഗുലേഷൻ എന്ന വൈകാരിക നിയന്ത്രണം, നീട്ടിവെക്കൽ, പല കാര്യങ്ങൾ നീട്ടിവെക്കൽ, പല കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് പോകും. പ്രോകാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ, എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. കോംപ്രമൈസ്, പല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യിപ്പിക്കും. എന്താ ഇതെല്ലാം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ആത്മാവ്. ഇത്ര മാത്രം ഓർത്താൽ മതി. നമ്മുടെ മുമ്പോട്ടുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചുകൊണ്ട് പോകുന്നു, പല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ നീട്ടിവെക്കുന്നു, പല കാര്യങ്ങൾ വൈകാരികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ വരുന്നു, പല കാര്യങ്ങളും വ്യതിചലിച്ചു പോകുന്നു. ഇങ്ങനൊരു ആത്മാവാണ് ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന, മലയാളത്തിൽ ഇങ്ങനെ തടസ്സത്തിൻ്റെ ആത്മാവ് എന്ന് പറയും. ഇനിയും ഇതിൻ്റെ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ഇത് മുഖവര എന്ന് പറയത്തേ ഉള്ളൂ, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റിലീസും ഒക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഗലാത്യർ 5:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? യു ഡിഡ് റൺ വെൽ, ബട്ട് ഹൂ ഡിഡ് ഹിൻഡർ യു ദാറ്റ് യു ഷുഡ് നോട്ട് ഒബേ ദ ട്രൂത്ത്? ഇങ്ങനെ നിങ്ങൾ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തി അല്ല. കണ്ടോ? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു? നിങ്ങൾ നല്ലതായി തുടങ്ങി, എന്നാൽ എന്താണ് ഇപ്പോൾ തടസ്സം വന്നത്? 8-ാം വാക്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, പിന്നെ ആരുടേതാണ്? അത് നിങ്ങൾ പറയാം, പൂരിപ്പിച്ചോളാം. ഇനി അതിലേക്ക് നമുക്ക് കയറുന്നതിന് മുമ്പ്, ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രത്തിലുള്ളതാണ് ഡിസ്ട്രാക്ഷൻ. അവൻ മോഹിപ്പിക്കും, പലതും കാണിപ്പിച്ച് മോഹിപ്പിക്കും. ഹവ്വായ്ക്കും അതല്ലേ പറ്റിയത്? ദൈവം പറഞ്ഞ വാക്ക്, ഇസ് വേർഡ്, ദൈവം പറഞ്ഞതാണ്, അത് തിന്നരുത്. ദൈവത്തിൻ്റെ വചനമാണ്, വേർഡാണ്, അതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവനെ പോലും ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് പോലും അവനെ അവ ഡിസ്ട്രാക്റ്റ് ചെയ്ത് പോയിട്ടാണ്, ഡെവിൾ ഡിസ്ട്രാക്റ്റഡ്. അത് സാത്താൻ ഇന്നും ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡിസ്ട്രാക്റ്റ് യു വിത്ത് പ്ലഷേഴ്സ്, പൊസഷൻസ് ആൻഡ് പൊസിഷൻസ്. ഇതാണ് ഇന്നത്തെ ഡിസ്ട്രാക്ഷൻ. പ്രത്യേകിച്ച് ഇന്നത്തെ ജെൻസി, ഇന്നത്തെ തലമുറകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്താണ്? പ്ലഷേഴ്സ്. കാരണം അവർ വളർന്നു വന്ന സാഹചര്യം എല്ലാം അവൈലബിളായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൃഷിശാസ്ത്രം അതിൻ്റെ പരമോന്നതിയിലെത്തി. ഓക്കെ, ഇഷ്ടം പോലെ ഫുഡും മെറ്റീരിയൽസ്, ബാക്കിയുള്ള മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പരമോന്നതിയിലെത്തി അന്നത്തെ ആ സമയത്ത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവൈലബിളാണ്. ടെക്നോളജി അതിൻ്റെ ഏറ്റവും മൂർധന്യം, അത് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ സമയത്തേക്ക് അതൊരു മൂർധന്യഭാവത്തിലെത്തി. ആളുകൾക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പണ്ട് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ, നമ്മൾ അത്രയും ശക്തമായി പണി ചെയ്താൽ, എല്ലുമുറിയെ പണി ചെയ്താൽ നമുക്ക് അത്രയും കഴിക്കാം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ ഇന്ന് ആളുകൾ
ആ ആ ഒരു ഇതിന് പോയി. ഇന്ന് കഷ്ടപ്പെടാനൊന്നും പോയി, എല്ലാം മിഷനായല്ലോ. മിഷൻ വന്നിട്ട് മനുഷ്യൻ കഷ്ടപ്പെടാതെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളായി. സാത്താൻ എല്ലാ രീതിയിലും ഡിസ്ട്രാക്ട് ചെയ്യുക. വിത്ത് ഓൾ പ്ലഷേഴ്സ്. നമുക്ക് ആവശ്യമായിരിക്കാം, അതെല്ലാം നല്ലതായിരിക്കാം, കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് അതിൽ പ്ലഷേഴ്സ്. അതുപോലെ പൊസഷൻസ്, നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അത് മാത്രമല്ല, ഇന്ന് ആളുകൾ ഓരോ പൊസിഷൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. പ്ലഷേഴ്സും പൊസിഷനും എല്ലാം ഇല്ലെന്നൊന്നുമല്ല പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ദൈവനാമമഹത്വത്തിനായിട്ട് വിനിയോഗിക്കപ്പെട്ടാൽ. എന്നാൽ സാത്താൻ ഡിസ്ട്രാക്ട് ചെയ്ത് അതിനകത്തെല്ലാം തന്നെ അവൻ്റെ പാപം കൊണ്ട്, അത് അടുത്ത വാക്യം അതിനകത്തേക്ക് വരാം, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആരാണ് തടുത്തുക? സ്റ്റാർട്ടിങ് നല്ലതായിരുന്നു, എന്നാൽ ഇപ്പോഴേ നിങ്ങൾക്ക് തടസ്സമാണ്. അതിൻ്റെ കാരണം പറയുന്നുണ്ട് 9ാമത്തെ വാക്യത്തിനകത്ത് അതിൻ്റെ സൂചന തരികയാണ്. പുളിമാവ്, ചെറിയ ലീവൻ, പുളിമാവ്, ലിറ്റിൽ ലിവൻ, അത് മുഴുവൻ പുളിപ്പിക്കുന്നു. ഈ പുളി എന്നൊക്കെ പറയുന്നത് സിന്നുമായിട്ട് റിലേറ്റ് ചെയ്താണ് ബൈബിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അല്പം പാപം മതി. സിന്നിനെ തന്നെ നൗണാക്കി ആണ് സാത്താൻ്റെ ഒരു നൗൺ ഫോമാണ് സിൻ. അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്കിതെല്ലാം ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്നെടുത്താൽ ഒന്ന്, അത് വാങ്ങിച്ചാൽ ഇത്, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ ഓഫറുകളാണ് നമ്മുടെ കൺസ്യൂമർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾ ടൈപ്പ് ഓഫ് പ്ലഷേഴ്സ്, ഓൾ ടൈപ്പ് ഓഫ് പൊസിഷൻ, ഓൾ ടൈപ്പ് ഓഫ് പൊസിഷൻ എല്ലാം ലീഗലൈസ് ചെയ്തിരിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ ഗ്രേസും ദൈവത്തിൻ്റെ മേഴ്സിയും ഉള്ളത് കൊണ്ട് മാത്രം അവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നല്ലതായിട്ട് തുടങ്ങിയതാണ്, സ്റ്റാർട്ടിങ് വാസ് ഗുഡ്, പക്ഷേ എൻഡ് ഫെയിലിയറായിപ്പോയി. വഴിയിലെല്ലാം തടസ്സമാണ്. ഇപ്പോൾ എന്താണ് ഈ പ്ലഷേഴ്സും പൊസിഷനും വന്നതിന് ശേഷം ആകെയുള്ള എന്തൊക്കെയാണ് നമ്മുടെ കൈവശമുള്ളത്? കിട്ടുന്നതെല്ലാം ലോൺ എടുത്ത് ആ ലോണിൻ്റെ EMI എടുക്കാനേ ഉള്ളൂ. പൊസിഷനും പവറും ഒക്കെ കിട്ടിയിട്ട് എപ്പോഴും ഉള്ള സാധനം എന്താണ്? ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റുപോകുന്നുള്ള പേടി, എൻ്റെ ജീവിതത്തിലെ സുരക്ഷിതമില്ലായ്മ, എപ്പോഴും ആകാംക്ഷ നിറഞ്ഞ, ടെൻഷൻ നിറഞ്ഞ ജീവിതം. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. കാര്യം എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ, ദ സ്പിരിറ്റ് ഓഫ് കോംപ്രമൈസ്, ദ സ്പിരിറ്റ് ഓഫ് പ്രോകാസ്റ്റിനേഷൻ, ദ സ്പിരിറ്റ് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മളെ വൈകാരികമായിട്ടല്ല നിയന്ത്രിക്കേണ്ടത്, ആത്മീയമായിട്ടാണ് നിയന്ത്രിക്കേണ്ടത്. ഹലോ, നിങ്ങളെ വൈകാരികമായിട്ടല്ല നിയന്ത്രിക്കേണ്ടത്, ആത്മീയമായിട്ടാണ് നിയന്ത്രിക്കേണ്ടത്. ഇന്ന് അതെല്ലാം റീപ്ലേസ് ചെയ്തു. അതുകൊണ്ട് തുടക്കം നന്നായി, എന്നാൽ ഇപ്പോൾ തടസ്സമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലെന്ന് പൗലോസ് പറയുന്നു. പിന്നെ ആരുടെ പ്രവൃത്തിയാണ്? നിങ്ങളത് പൂരിപ്പിച്ചോളുക. നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് പാപത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുന്നത്. അതാണ് ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അന്നേരം ഫിലിപ്പിയർ 3-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഈ തരുണത്തിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 3:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. Brethren, I count not myself to have apprehended, but this one thing I do, forgetting those things which are behind and reaching forth unto those things which are before, I press towards the mark for prize of the high calling of God in Christ Jesus. 14-ാം വാക്യത്തിലെ ഐ പ്രസ് ഫോർവേഡ്, ഞാൻ മുമ്പോട്ട് ഓടുകയാണ്. ഐ പ്രസ് ടുവേഴ്സ് ദ മാർക്ക്, ഞാൻ ഓടുന്നു, ഒന്ന് ചെയ്യുന്നു, വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. ഐ പ്രസ് ഫോർവേഡ്. ഈ പ്രസ് ഫോർവേഡിൽ
നോ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. ഈ ഡിസ്ട്രാക്ഷന് 2 മാനങ്ങളുണ്ട്, 2 ഡയമെൻഷൻസ് ഉണ്ട്. അതാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തും. 2 മാനങ്ങൾ ഡിസ്ട്രാക്ഷനുണ്ട്. ഒന്ന്, കൃപയുടെ തണലിൽ നിന്ന് വേറെ മേഖലകളിലേക്ക് പോകുന്നു. ഗെറ്റിംഗ് ഇൻ ടു ഏരിയാസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് യുവർ ഗ്രേസ്. ദൈവം കൃപയിൽ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ വേറെ തലങ്ങളിലേക്ക് നീങ്ങിപ്പോവുകയാണ്, മേഖലയിലേക്ക് നീങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ മുരടിച്ച് താഴേക്ക് വളരുകയാണ്, മേലോട്ടല്ല വളരുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് നല്ലൊരു ഭാവി തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ മേലോട്ട് വളരാതിന് പകരം താഴോട്ടാണ് വളരുന്നത്. 2 അടി മുമ്പോട്ട് വെക്കും, 10 അടി താഴോട്ട് പോകുമെന്ന് പറയുന്നത്. എഫേസ്യർ 4:7 എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതിന് സഭയുടെ വളർച്ചയ്ക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. 6-ാം വാക്യത്തിൽ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് പറഞ്ഞിട്ടാണ് 7-ാം വാക്യത്തിൽ എല്ലാവർക്കും ഒരേ അളവിൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഗിഫ്റ്റ് ഡിഫേഴ്സ്. നമുക്കറിയാം, വരങ്ങൾ വ്യത്യാസമുണ്ട്. ഫുട്ബോൾ ടീം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞാലേ, അതുകൊണ്ട് അറിയാം, ഗോൾ അടിക്കുന്നവർ, ഫോർവേഡ്സ് ഉണ്ട്, ഡിഫൻഡേഴ്സ് ഉണ്ട്, ഗോൾ കീപ്പറുണ്ട്, മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ഈ ആത്മീയ വരങ്ങൾ ദൈവകൃപയുടെ അളവിനനുസരിച്ചാണ് തരുന്നത്. ആത്മീയ വരങ്ങൾ ദൈവകൃപയുടെ അളവിനനുസരിച്ചാണ് തരുന്നത്. യോഹന്നാൻ സ്നാപകനെ നമുക്കറിയാവുന്നതാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പ്രോഫറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഏറ്റവും വലിയ പ്രോഫറ്റാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പ്രോഫറ്റ്സ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. മത്തായി 14-ാം അധ്യായത്തിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡിനെ പറഞ്ഞ് അവനെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷ അവൻ ചെയ്യാൻ പോയി. എന്തുവാ? വിവാഹത്തെക്കുറിച്ചും ഹേരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞതിനാൽ അവൻ തടവിലായി. ഹി ഹാസ് ഡൈഡ് ലൈക്ക് എ ചിക്കൻ. അവനൊരു കോഴിയെ കൊല്ലുന്ന പോലെ കൊന്നുകളഞ്ഞു. അവൻ അവിടെ മൗനമായിരിക്കേണ്ടിടത്ത് അവൻ കൗൺസിലിങ്ങിന് പോയി. ടേക്കിംഗ് തിങ്സ് ബിയോണ്ട് സ്കോപ്പ്. അവൻ്റെ സ്കോപ്പിനപ്പുറമായിട്ട് ദൈവം തൻ്റെ കൃപയ്ക്കനുസരണമായി തന്നിരിക്കുന്ന ഗിഫ്റ്റ് നമ്മൾ കർത്തവ്യം ചെയ്യുക. നിങ്ങളുടെ കൃപയിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് വളരെ ഈസി ആയിരിക്കും. അത് മാത്രവുമല്ല, യു വിൽ ബി എക്സലൻറ്റ്. ഇന്ന് ദൈവസഭയ്ക്കുള്ള പ്രശ്നം ഇതാണ്. എല്ലാവർക്കും എല്ലാം പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിചാരിച്ച് അവർ പഠിപ്പിക്കും. എന്നാൽ ദൈവകൃപയില്ലാത്തതിനാൽ അത് സഭയ്ക്ക് പ്രയോജനം ആകുകയില്ല. താഴ്മയോടുകൂടി ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ അത് ദൈവസഭയ്ക്ക് പ്രയോജനമായി തീരും. എന്നോട് ചില കാര്യങ്ങൾ ആളുകൾ പറയും, അതൊന്നും എൻ്റെ സ്കോപ്പിൽ വരാത്തതിനാൽ ഞാനൊരു ജനറൽ പ്രെയർ മാത്രം ചെയ്യും. ഇത് സാധാരണയുള്ള കാര്യമാണ്. നിങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ദൈവം നിങ്ങളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മാത്രം ചെയ്യുക. അതിനാൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഏരിയാസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് യുവർ ഗ്രേസ്. നിങ്ങളുടെ ഗ്രേസിന്, നിങ്ങളുടെ കൃപയ്ക്ക് അപ്പുറമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളെ എംപവർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ശരീരത്തിന് ഓരോ അവയവത്തിനും ഓരോ ഉത്തരവാദിത്തങ്ങളാണുള്ളത്. കൈകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിത്തീരും അങ്ങനെയുള്ള. സോ ദ ഫസ്റ്റ് ഡയമെൻഷൻ, ഡിസ്ട്രാക്ഷൻസ് വരുന്നതിൻ്റെ ഒരു കാരണം, ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇത് ഞാനീ പറയുന്നത് പാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചല്ല. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഓരോ റെസ്പോൺസിബിലിറ്റി ഓരോ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഫുട്ബോൾ ഫീൽഡിലുള്ള ദൗത്യം, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന് അവർ വർക്ക് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന്, സ്കോപ്പിൽ നിന്ന് മാറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും കോംപ്രമൈസിലേക്ക് പോവുകയും പാപത്തെ വലിച്ചു കയറ്റുകയും ചെയ്യുമ്പോഴാണ് ആ ഡയമെൻഷനിൽ നിന്ന് മാറിപ്പോകുന്നത്. രണ്ടാമത്, നമ്മുടെ ദൗത്യത്തെ നമ്മൾ സൂക്ഷിക്കുന്നില്ല. നോട്ട് പ്രൊട്ടക്റ്റിംഗ് യുവർ ഫോക്കസ്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ
തങ്ങളുടെ വിധവന്മാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 11 ശിഷ്യന്മാരെ കൂട്ടിവരുത്തി, ഞങ്ങൾ ദൈവനെ ഉപേക്ഷിച്ച് മേശകൾ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തിരിഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷ ഉറ്റരിക്കുമെന്ന് പറഞ്ഞു. പല കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് ഒന്നും ശരിയാവാതെ വരും. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. ഇവിടെ ശിഷ്യന്മാർ വർദ്ധിച്ചു, മൾട്ടിപ്ലിക്കേഷൻ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. യവനക്കാരും എബ്രായക്കാരും എല്ലാവരും ഉണ്ട്, ഇഷ്യൂ ആയി. ദൈവവചന ശുശ്രൂഷ, മേശയിലെ ശുശ്രൂഷ. 2 kinds of ministries, 2 തരത്തിലുള്ള ശുശ്രൂഷ. മേശയിലെ ശുശ്രൂഷ കുറച്ച് കാണിക്കാൻ പാടില്ല. ഡോണ്ട് ഡിസ്ട്രാക്ട് അവർ ഫോക്കസ്. നമ്മുടെ ഫോക്കസ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നു, അതുകൊണ്ട് അത് പാടില്ല. 7 പേരെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും മുമ്പോട്ട് പോകും. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിൽക്കുക, ബാക്കിയുള്ളത് വേറെ ആളിനെ ഏൽപ്പിക്കുക. അതൊരു ടീം വർക്കാണ്. മോശ ദൈവത്തിൽ നിന്ന് ഒരു സ്ട്രാറ്റജി എടുത്തു. രാത്രി മുഴുവൻ പ്രശ്നങ്ങൾ തീർക്കുവാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു. ഇത്രോ ഫാദറിലോ ഇടപെട്ടു, പുതിയൊരു ഡെലിഗേഷൻ ഉണ്ടാക്കി. ട്രെയിൻ അതർ പീപ്പിൾ, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്തു. അതർവൈസ് യു വിൽ ഡിസ്ട്രോയ് യുവർ ഫ്യൂച്ചർ ബിസി വിത്ത് സോ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ബിസിയായിട്ട് നിങ്ങളുടെ ജീവിതം വല്ലാത്ത രീതിയിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആത്മാവുണ്ട്. നമ്മുടെ ഫോക്കസിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു ആത്മാവുണ്ട്. ദൈവം നമ്മളെ ചില പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ആ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മളെ ദൈവം ആ കൃപയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ പോലും ദൈവം കരുണ കാണിക്കുകയാണ്. ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ്, ഇത് രണ്ടും ചേർന്നുള്ള ഗ്രേസ് ആൻഡ് മേഴ്സി, ഇത് രണ്ടും ചേർന്നിരിക്കുക. ആ കൃപയിൽ നിന്ന് ചിലപ്പം തെറ്റിപ്പോയപ്പോലും ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് വ്യതിചലിക്കാതെ, ശ്രദ്ധ പതറിപ്പോകാതെ, നീട്ടിവെക്കാതെ, വൈകാരിക നിയന്ത്രണത്തിൽ നിന്ന് മാറി, പിശാച് ഡിസ്ട്രാക്ട് ചെയ്ത് നിന്ന് മാറി ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളായിത്തീരണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നിർത്തുകയാണ്. ഞാൻ മുഖവരിയായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം, തടസ്സം അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം തന്നെ പിശാച് ചെയ്യുന്നതാണ്. അതൊരു കോംപ്രമൈസിൽ പോകുന്ന നമ്മളെ തീരുമാനശക്തിയുടെയൊക്കെ പ്രശ്നങ്ങളാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബൈബിളിലുള്ള ചില ഡിസ്ട്രാക്ഷൻസ് നമ്മളെടുത്തിട്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഇന്നത്തെ ഡെലിവറൻസ് എടുക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്നില്ല, അവർ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടു പോകുന്നു. വർക്ക് ലോഡെന്ന് പറയുന്നു, നിങ്ങൾ പല കാര്യങ്ങൾ, അത് ശരിക്കും അത് ഡിസ്ട്രാക്ഷനാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. അതൊക്കെ കൊണ്ടാണ്. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യതിചലനം, ശ്രദ്ധ തെറ്റിപ്പോകുന്ന ആ ആത്മാവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു കർത്താവേ, ഒരു ഡെസ്റ്റിനി നീ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ പിശാച് ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ കർത്താവിൽ തന്നെ ശ്രദ്ധ വെക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഈവിൾ അറ്റാക്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കഴിയുമ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ തീരും. നിങ്ങൾക്കിത് എങ്ങനെ പ്രയോജനമായി എന്ന് നിങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ്, ഡീപ്പ് തിങ്സ് ഓഫ് ദ സ്പിരിറ്റ്, അത് പഠിക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് സീരിയസ് ആയിട്ട് അത് പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ അയക്കരുത്, മാത്രം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. അല്ലാതെ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൻ്റെ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതെല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് നമ്പർ അയച്ചു തരാം. അല്ലാതെ നിങ്ങൾ ഈ ഡീപ്പായിട്ടുള്ള സ്റ്റഡി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് ഡീപ്പായിട്ട് പോകണം, അതിനകത്ത് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും, ഒരു സ്റ്റഡിയാണ്, സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. അത് ആ
തോട്ടിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ അതിനകത്ത് ജോയിൻ ചെയ്യിക്കും. പക്ഷേ അതിനകത്ത് എല്ലാവർക്കും പ്രവേശനമില്ല. അത് നിങ്ങളെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി മാത്രമേ നിങ്ങളെ എടുക്കുകയുള്ളൂ, അല്ലാത്തവരെ അതിനകത്ത് എടുക്കത്തില്ല. കാരണം ഒരു കോഴ്സ് പോലെ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ അത് വെറുതെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. വലിയൊരു നമ്പറും പ്രതീക്ഷിക്കുന്നില്ല, ചെറിയ നമ്പറാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, മിസ്റ്ററീസ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോഴേ അത് അതിൻ്റെ ക്ലാരിറ്റിയും അത് ദൈവഹിതപ്രകാരം അത് പ്രയോജനപ്പെടുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.